ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ അടുത്ത ക്രിസ്മസിനായിട്ടുള്ള കേക്ക് ഉണ്ടാക്കാനുള്ള ഡ്രൈ ഫ്രൂട്ട്സ് സോക്കിംഗ് എന്ന് പറഞ്ഞ വീഡിയോ ആയിട്ടാണ്. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ 5 പേർക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട്. ഈ സമ്മാനം നേടാനായിട്ട് നിങ്ങൾ എത്ര മാത്രം ചെയ്താൽ മതി കമന്റ് ഇടുക. ആ കമന്റിൽ നിന്ന് നമ്മൾ ഡിസംബർ 1 ലൈവിൽ വന്ന് 5 പേരെ തിരഞ്ഞെടുക്കും. ആദ്യത്തെ ആൾക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് സോക്കിംഗ് എന്ന് പറഞ്ഞ വീഡിയോ കാണിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫുൾ കേക്ക്, രണ്ടാമത്തെ ആൾക്ക് 5 കപ്പ് കേക്ക്, മൂന്നാമത്തെ ആൾക്ക് 200 രൂപ, നാലാമത്തെ ആൾക്ക് 150 രൂപ, അഞ്ചാമത്തെ ആൾക്ക് 100 രൂപ എന്തെങ്കിലും ചെറിയ സമ്മാനം കൊടുക്കും. അങ്ങനെ ഓരോ ഫ്രൈ കേക്ക് 5 പേര് വെച്ച് കൂടും. നമ്മളിപ്പോ പറഞ്ഞ കൂടാതെ ഇപ്പൊ കയറുണ്ടെങ്കിൽ 100 പേർക്ക് കിട്ടും. ഇത്രേ ഉള്ളൂ ഗൈസ്. ഇപ്പൊ നമുക്ക് ഇനി വീഡിയോയിലോട്ട് കിടക്കാം. പറഞ്ഞില്ല, നമ്മളിവിടെ എല്ലാ പാത്രങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഈന്തപ്പഴ കുരു കളഞ്ഞു വെക്കാം. പിന്നീട് ചെറിയ 2 കഷ്ണമായി മുറിച്ച് വെക്കാം. ഓരോ ഫ്രൂട്ട്സ് ആയിട്ട് ഈ പാത്രങ്ങളിലേക്ക് ഇടാം. ആദ്യം നമ്മൾ ഇടുന്നത് ഉണക്ക മുന്തിരിങ്ങ, രണ്ടാമത് നമ്മൾ ഇടുന്നത് കറുത്ത ഉണക്ക മുന്തിരിങ്ങ, മൂന്നാമത് നമുക്കിനി നമ്മൾ നേരത്തെ രണ്ടായിട്ട് കണ്ടിച്ച് വെച്ച ചെറിയ അവസാനമായിട്ട് നമുക്ക് കുരു കളഞ്ഞു വെച്ച ഈന്തപ്പഴം കൂടി ഇതിൻ്റെ കൂടെ ഇടാം. ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ റമ്മിലാണ് സോക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഗ്ലാസ് റമ്മ് ഒഴിച്ചു കൊടുത്ത് വീണ്ടും മിക്സ് ചെയ്യാം. ഫ്രൂട്ട്സിനെ നമുക്ക് ഒരു ജാറിലേക്ക് മാറ്റാം. റമ്മോട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ജാറിന്റെ മോള് വശം നല്ല ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കാം. അയച്ചു കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഈ റമ്മിന്റെ അളവ് കുറയുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ റമ്മില്ലാത്ത അത്ര ഭാഗത്ത് ഫ്രൂട്ട്സ് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് റമ്മ് കുറയുന്നതനുസരിച്ച് നമ്മൾ ടോപ്പിങ് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ ഒഴിച്ച് ആ ലെവലിലോട്ട് കൊണ്ടുവരിക, റമ്മ് മുങ്ങിക്കിടക്കുന്ന പോലെ. രണ്ടാമത്തെ മാർഗം എല്ലാ ആഴ്ചയിലും ഒരിക്കലും ഇളക്കി കൊടുക്കുക. വേറെ ഒരു സുരക്ഷിതമായ സ്ഥലത്തോട്ട് മാറ്റാം. റമ്മ് തീരുന്നതനുസരിച്ച് നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ടോപ്പിങ് ചെയ്യുന്നതായിരിക്കും. ഈ ഫ്രൂട്ട്സ് കൊണ്ട് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ള കേക്ക് ആയിരിക്കും. പിന്നെ അത് കുറച്ച് ദിവസം നിലനിൽക്കും, മറ്റതുപോലെ പെട്ടെന്ന് കേടായി പോകത്തില്ല. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, IP ചെയ്യുക. IP അറിയാൻ മേലാത്തവർക്ക് വേണ്ടി നമ്മൾ നാളെ ഒരു വീഡിയോ ഇടും. ഈ വീഡിയോക്കകത്ത് നമ്മൾ 5 റെഡി കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടുന്നത് കമന്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തേണ്ടതാണ്, അല്ലെങ്കിൽ കമന്റ് ചെയ്യേണ്ടതാണ്. നമ്മൾ കമന്റ് പിക്കർ വെച്ച് ലൈവിൽ ഡിസംബർ 1 ആയിരിക്കും ആദ്യം പറഞ്ഞ പോലെ തന്നെ എടുക്കുന്നത്. 5 കേക്ക് 5 പേര് വെച്ച്. ഇപ്പൊ 100K ആണെങ്കിൽ 100 പേര്, അങ്ങനെയായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പൊ എല്ലാവരും ദയവായി കമന്റ് ബോക്സിൽ ഒന്ന് ആക്റ്റീവായിട്ട് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഇത് ജനുവരി അപ്ലോഡ് ചെയ്യേണ്ടി വെച്ച വീഡിയോ ആണ്. ഇത് ഇച്ചിരി ഡിലേ ആയതുകൊണ്ട് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഇനി ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ ഇനി അടുത്ത വീഡിയോ എന്ത് വേണമെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മളത് ആ വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.